രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വിധി തിരിച്ചടിയല്ല എന്ന് DMK. ബില്ലുകൾ ഗവർണർ തടഞ്ഞുവയ്ക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. സമയപരിധി നിശ്ചയിക്കാൻ അപ്പീൽ നൽകുമെന്നും പാർട്ടി വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞു. It is not a setback. If the earlier judgment had fixed the time or said that you should not take more time in disposing of the bill, we can go for a revision of order. The lawyers may take it up in the court for a higher bench with the revision of order, because there should be a time frame fixed by the court. That is what we wanted, because it is a legislation passed by the people's representative, and governor is not a people's representative. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുകയാണ്. മനേഷ്, DMKയും തമിഴ്നാട് സർക്കാരും ഈ സുപ്രീം കോടതി വിധി എങ്ങനെയാണ് കാണുന്നത്? ദിൽന, ഒരു തിരിച്ചടിയല്ല ഈ പറഞ്ഞ കോടതിയുടെ നിരീക്ഷണങ്ങളും വിധിയുമൊന്നും തിരിച്ചടിയല്ല എന്നുള്ളതാണ് DMKയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള പ്രതികരണമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. DMK പറയുന്നത് സമയപരിധി നിശ്ചയിക്കുക എന്നതിൽ കോടതിക്ക് ഇടപെടാനാകില്ല. ആ ഒരു കാര്യത്തിൽ ഒരു അപ്പീൽ പോകും. അതായത് കൃത്യമായ ഒരു സമയപരിധി, ബില്ലുകളിൽ കാലതാമസം വരുത്തുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെ ഒരു കൃത്യമായ സമയപരിധി, ഒരു ബില്ല് പാസ്സാക്കാനോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ ആണെങ്കിൽ കൂടിയും ഒരു കൃത്യമായ ഒരു സമയപരിധി വെക്കണം എന്നൊരാവശ്യം DMK കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയപരിധിക്ക് വേണ്ടി ഒരു അപ്പീൽ കൂടി നൽകും എന്നുള്ളതാണ് TKS ഇളങ്കോവൻ പറയുന്നത്. മാത്രമല്ല, കോടതി വിധിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് പാസ്സാക്കുക, അതല്ലെങ്കിൽ അത് നോട്ടിട്ടുകൊണ്ട് സർക്കാരിന് സർക്കാരുകൾക്ക് തിരിച്ചയക്കുക, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് നൽകുക. ഈ മൂന്ന് കാര്യങ്ങളാണ് പരമാവധി ഗവർണർമാർ ചെയ്യേണ്ടത്. അനാവശ്യമായി വൈകിപ്പിക്കരുത് എന്നുള്ള കാര്യവും കോടതി പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് സാധിക്കില്ല എന്ന കാര്യവും പറഞ്ഞു വെക്കുന്നു. എന്തായാലും അതിനെതിരെ DMK ഒരു അപ്പീൽ പോകും എന്നുള്ളതാണ് TKS ഇളങ്കോവൻ പറയുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ബില്ലുകളിൽ കാലതാമസം വരുത്തുന്ന ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനവും ഇന്നും TKS ഇളങ്കോവന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ DMKയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. അതായത് നിയമപരമായിട്ടല്ല തമിഴ്നാട്ടിൽ ഗവർണർ പ്രവർത്തിക്കുന്നത്, നിയമത്തെ എതിർത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു കാര്യവും കൂടി TKS ഇളങ്കോവൻ എന്തായാലും പറയുന്നുണ്ട്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.